കംപ്ലൈൻസ് വിത്ത് സെക്ഷൻ 231. 231 സെക്ഷൻ കൂടി നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. When any warrant cases instituted on a police report, പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു വാറണ്ട് കേസ് ഉണ്ടെങ്കിൽ the accused or brought before the judicial magistrate at the commencement of the trial. ട്രയൽ സമയത്ത് ഇയാളെ എവിടെ ഹാജരാക്കും? കോടതിയിൽ ഹാജരാക്കും. The judicial magistrate shall satisfy himself and that has been complied with the provisions of section 230. 230 പ്രകാരമുള്ള എല്ലാ പ്രൊവിഷനും കംപ്ലൈ ചെയ്യണം. അപ്പം 231ഉം 230ഉം വായിച്ചാലേ ആ കാര്യം മനസ്സിലാവും. ഓക്കെ, അടുത്തത് when the accused shall be discharged. എപ്പോഴാണ് അക്യൂസിനെ ഡിസ്ചാർജ് ചെയ്യുന്നത്? എപ്പോഴാണ്? The accused may prefer an application for discharge within a period of 60 days from the date of framing charge. എന്നാണോ ചാർജ് ഫ്രെയിം ചെയ്യുന്നത് അന്ന് മുതൽ 60 ദിവസത്തിനകം എന്ത് ചെയ്യാം? ഡിസ്ചാർജ് പെറ്റീഷൻ ഫയൽ ചെയ്യാം. എങ്ങനെയാണ് ചാർജ് ഫ്രെയിം ചെയ്യുന്നത്? കോടതി വരുന്ന പ്രതിയോട് ചാർജ് വായിച്ചിട്ട് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോ സാധാരണ വക്കീല് പറഞ്ഞു കൊടുക്കും ചെയ്തിട്ടില്ല എന്ന് പറയണോ. എന്നിട്ട് എന്ത് ചെയ്യും? ചാർജിന്മേൽ ഒരു വാദം നടത്താൻ പറയും ഡിഫൻസ് ലോയറോട്. ഡിഫൻസ് ലോയർ ഡിഫൻസ് എന്താന്ന് വക്കീൽ അറിയാതിരിക്കാൻ, അല്ല ജുഡീഷ്യൽ ഓഫീസർ അറിയാതിരിക്കാൻ ചാർജിന്മേൽ വാദം നടത്തത്തില്ല. നടത്താതെ പറയും മേ ബി ടേക്കൺ ആസ് ഹേർഡ് എന്ന് പറയും. വാദിച്ചതായിട്ട് കരുതാൻ പറയും. അപ്പോ എന്ത് ചെയ്യും? ചാർജ് ഫ്രെയിം ചെയ്യും. ചാർജ് ഫ്രെയിംഡ് എന്ന് എഴുതി വെക്കും. അപ്പൊ ഏതൊക്കെ ചാർജ് ആണ് എന്ന് വക്കീലന്മാര് പോയി നോക്കും. ചാർജ് 1 റേപ്പാണ് ചാർജ്. റേപ്പ് മാത്രമേ ഉള്ളെങ്കിൽ റേപ്പ്, അപ്പോൾ റേപ്പിനെ മാത്രം ഡിഫെൻഡ് ചെയ്താണ്. 2 ചാർജ് ഹൗസ് ട്രസ്പാസ് ബൈ നൈറ്റ് അല്ലെങ്കിൽ ഹൗസ് ബ്രേക്കിംഗ് ബൈ നൈറ്റ് ഉണ്ടെങ്കിൽ ഹൗസ് ബ്രേക്കിങ്ങിനെയും ഡിഫെൻഡ് ചെയ്യണം. ഓക്കെ, തെഫ്റ്റ് ഉണ്ടെങ്കിൽ തെഫ്റ്റിനെയും ഡിഫെൻഡ് ചെയ്യണം. അതിനുശേഷമാണ് റേപ്പ് സംഭവിച്ചെങ്കിൽ റേപ്പിനെയും ഡിഫെൻഡ് ചെയ്യണം. അപ്പം 3 ചാർജ് ഉണ്ടെങ്കിൽ 3 ചാർജിനെയും ഡിഫെൻഡ് ചെയ്യണം. അത് ആണ് ഫ്രെയിമിംഗ് ചാർജിന്റെ ഇമ്പോർട്ടൻസ്. മനസ്സിലായോ? ഒരു കേസിൽ ഒന്നിലധികം ചാർജ് ഉണ്ടാകാം. ഉദാഹരണം ഒന്നിലധികം ചാർജ് എന്ന് പറയുമ്പോൾ കോമ്പിനേഷൻ ഓഫ് വേരിയസ് ഒഫൻസസ് ആണെന്നുള്ള ഒരു ഇതാണോ സാറ്? അതാണോ ഉദ്ദേശിക്കുന്നത്? അതോ ഒന്നിലധികം ചാർജ് വരാം അങ്ങനെ? അല്ലല്ല, ഒരു ചാർജിൽ തന്നെ ഒന്നിലധികം ഒഫൻസ് ഉണ്ടാകാം. ഞാൻ പറഞ്ഞപ്പോ മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഏതെല്ലാം ഒഫൻസിനെയാണോ ഡിഫെൻഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ചാർജ് ഫ്രെയിം ചെയ്യുന്നത്. അപ്പം if upon considering the police report, the document sent with under section 293 making such examination, if any, the accused as the magistrate think necessary and after giving the prosecution and accused an opportunity being heard. അപ്പൊ അക്യൂസ്ഡിനോടും പ്രോസിക്യൂഷനോടും എന്ത് പറയും? ചാർജിന് മേലൊരു ആർഗ്യുമെന്റ് നടത്താൻ പറയും, വാദം നടത്താൻ പറയും. The magistrate consider charges against the accused to be groundless. He shall discharge the accused on record of his reason for so doing. അപ്പോ ചാർജുമായി മുമ്പോട്ട് പോകേണ്ട ആവശ്യമില്ലെങ്കിൽ ഡിസ്ചാർജ് പെറ്റീഷൻ അനുവദിക്കും. ഒരിക്കലും ഒരു ഡിഫൻസ് ലോയർ ഡിസ്ചാർജ് പെറ്റീഷൻ ഇടത്തില്ല. അതിന്റെ മേലൊരു വാദവും നടത്താൻ പോകുന്നില്ല. പക്ഷേ മുമ്പേ പൈസയൊക്കെ അങ്ങ് കക്ഷി കൊടുക്കുകയാണെങ്കിൽ ഡിസ്ചാർജ് പെറ്റീഷൻ ഇട്ട് വാദം തരും. അത്രേ ഉള്ളൂ. മനസ്സിലായോ? കേസിൽ ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ തെഫ്റ്റ് ആണ് കേസ്. ഡിസ്ചാർജ് പെറ്റീഷൻ ഇട്ട് കേസ് ഡിസ്ചാർജ് ചെയ്ത് പോയാൽ അക്യൂസ്ഡ് പിന്നെ പൈസ കൊടുക്കുമോ? ഇല്ല. ആ സാഹചര്യത്തിൽ യാതൊരു കാരണവശാലും ഡിസ്ചാർജ് പെറ്റീഷൻ